മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന് തന്നെ പണി കൊടുത്തുകൊണ്ട് CAT ഉത്തരവ് വന്നിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ ഭരണം അവസാനിക്കാറായി എന്നുള്ളതിൻ്റെ സൂചനകളാണ് അങ്ങനെ പുറത്തു വരുന്നത്. അതായത് IAS IPS തലത്തിൽ വൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരിന് ഇത് വൻ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ദില്ലിയിൽ നിന്നും ഇതിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. തോന്നിയതുപോലെ IASകാരെ നിയമിക്കുന്നതും IPSകാരെ ഉപയോഗിക്കുന്നതും ഇനി അങ്ങനെ നടക്കില്ല. അതായത് സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട ഉത്തരവുകളിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ശക്തമായ നടപടി വന്നിരിക്കുകയാണ്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കാലത്തെ വലിയ തിരിച്ചടി തന്നെയാണ്. പന്ത് തട്ടിക്കളിക്കുന്നത് പോലെയും അപമാനിക്കുന്ന തരത്തിലും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരോട് ഒരു സർക്കാർ പെരുമാറിയാൽ അതവർ സഹിക്കണമെന്നില്ല. അതുകൊണ്ട് IAS ഓഫീസേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ 2014 കേഡർ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് ട്രിബ്യൂണൽ ഉത്തരവിട്ടത്. അതുമാത്രമല്ല അശോക് കുമാറിനെ മാറ്റിയതുൾപ്പെടെയുള്ള 3 സ്ഥലം മാറ്റ ഉത്തരവുകൾ കോടതി റദ്ദാക്കി. IAS ഉദ്യോഗസ്ഥരുടെ തസ്തികകളിൽ കേഡർ ഇതര ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് CAT വ്യക്തമാക്കുകയും ചെയ്തു. ഇതുപ്രകാരം നിലവിൽ എക്സൈസ് കമ്മീഷണറായ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ MR അജിത് കുമാറിന് ആ പണി പോകും. എക്സൈസ് കമ്മീഷണർ സ്ഥാനം IAS കേഡർ തസ്തികയാണെന്നും അവിടെ IAS ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാവൂ, അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥർ പാടില്ല എന്നും ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. ഇതോടെ അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടി വരും പിണറായി വിജയന്. അതും മുഖ്യമന്ത്രി താഴെ ഇറങ്ങും മുൻപേ തന്നെ കാണേണ്ടി വരും. ഇതുമാത്രമല്ല, കില IMG ഡയറക്ടർ സ്ഥാനങ്ങളും IAS കേഡർ തസ്തികകളാണെന്നും CAT ഉത്തരവിൽ വ്യക്തമാക്കുകയാണ്. IAS ഉദ്യോഗസ്ഥരുടെ സേവന വ്യവസ്ഥകളിലും സ്ഥലം മാറ്റങ്ങളിലും ഇങ്ങനെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ കടന്നുകൂടുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഈ ഉത്തരവെന്നാണ് CAT വ്യക്തമാക്കുന്നത്. കേഡർ നിയമങ്ങൾ ലംഘിച്ചുള്ള നിയമനങ്ങൾ സർക്കാരിൻ്റെ അധികാര പരിധിക്ക് പുറത്താണെന്നും ട്രിബ്യൂണൽ സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. വിധി നടപ്പിലാകുന്നതോടെ ഈ സംസ്ഥാനത്തെ പ്രധാന തസ്തികകളിൽ വലിയ അഴിച്ചുപണിക്കാണ് ഇനി സാധ്യതയേറിയിട്ടുള്ളത്. IAS ഉദ്യോഗസ്ഥരുടെ അവകാശങ്ങൾ അങ്ങനെ കൂടുതൽ സംരക്ഷിക്കപ്പെടും എന്നും ഉറപ്പായി. വൈരാഗ്യമുള്ളവരെ തെരഞ്ഞു പിടിച്ചാക്രമിക്കുന്ന ഒരു ശൈലിക്കും അതുപോലെ അപമാനിക്കുന്നത് പോലെ തസ്തിക മാറ്റിക്കൊടുക്കുന്നതുമായ നടപടിക്ക് ഈ അവസാന കാലത്ത് പണി വാങ്ങിച്ചിട്ടാണ് പിണറായി വിജയൻ പടിയിറങ്ങുന്നത്.